നമസ്കാരം. 1954 ഒക്ടോബർ 7 രാവിലെ ഒരു 10 മണിയായി കാണും. ഒക്ലഹോമയിലെ MC കർട്ടൈൻ ഹോസ്പിറ്റലിലേക്ക് ഒരു സ്ത്രീ അപ്പോഴാണ് എത്തിയത്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ അവരുടെ ഹസ്ബൻഡിനെ ഒരു സ്ട്രെച്ചറിലേക്ക് കയറ്റി അവർ തന്നെ ആ സ്ട്രെച്ചർ ഉന്തി ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സ്ട്രെച്ചറിനെതിരെ നടന്നു വരുന്ന ഡോക്ടർ ആ കാഴ്ച കണ്ട് അവരുടെ അടുത്ത് നിന്നു. ആ സ്ത്രീയും ആ സ്ട്രെച്ചറിലെ രോഗിയും കണ്ടതും ഡോക്ടർ അവരോട് ചോദിച്ചു, വീണ്ടും അസുഖം വന്നോ? അതെ ഡോക്ടർ. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും ആ ഡോക്ടർ ആ രോഗിയെ ഒന്നുകൂടെ നോക്കി. തലേദിവസം രാത്രി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് രാവിലെ വീണ്ടും അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. അയാളെ ഉടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ വായിലൂടെ നുരയും പതയും പുറത്തേക്ക് വരുന്നുണ്ട്. അയാളുടെ ബോഡിയുടെ പുറത്ത് കറുപ്പ് നിറത്തുള്ള ചില പാച്ചുകൾ ഉണ്ടായി വരികയാണ്. അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് പോകുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് അയാളുടെ ബോഡി വീക്കായിട്ടുണ്ട്. ഡോക്ടേഴ്സ് ആ ആളെ അതിതീവ്ര പരിചരണത്തിന് വിധേയമാക്കിയെങ്കിലും അയാളെ രക്ഷിക്കാൻ പറ്റിയില്ല. അയാൾ മരിച്ചപ്പോൾ ഡോക്ടർമാർ ആ ലേഡിയോട് പറഞ്ഞു, നാൻസി, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നത് വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കണം. ഡോക്ടറെ, അങ്ങനെ പറയരുത്. എൻ്റെ എല്ലാമാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവിനെ കീറി മുറിക്കാൻ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഹേയ് നാൻസി, അതങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ചില റൂൾസൊക്കെ ഉണ്ട്. ഇവിടെ അസ്വാഭാവികമായി ഒരു മരണമുണ്ടായാൽ ആ കാര്യം പോലീസിനെ അറിയിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊസീജിയർ പാലിച്ചേ തീരും. ഡോക്ടർ അങ്ങനെ തീർത്ത് പറഞ്ഞതും നാൻസി അവസാനം വഴങ്ങി. അവർക്ക് അവരുടെ സ്നേഹനിധിയായ ആ ഭർത്താവിനെ മരണത്തിന് ശേഷം കീറി മുറിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവരുടെ മുഖത്ത് സങ്കടം അങ്ങനെ നെളിച്ച് നിൽക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു. ബോഡി ആ സ്ത്രീക്ക് വിട്ടുകൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ആ ഡോക്ടർ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കടന്നുപോയ ഡോക്ടർക്ക് പോസ്റ്റ്മോർട്ടം കാരണം വായിച്ചപ്പോൾ ഒരു സംശയം. മരണപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ആഴ്സനിക്ക് കടന്നിരിക്കുകയാണ്. മരിക്കുന്നതിനും ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പ് അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നാൻസി ഭർത്താവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് വ്യാഴാഴ്ച രാവിലെ 10 മണിക്കാണ്. അതിനും ഏകദേശം 2 മണിക്കൂർ മുമ്പാണ് നാൻസിയുടെ ഭർത്താവ് അവസാനമായി ആഹാരം കഴിച്ചത്. ആ ആഹാരം ദഹിച്ചിട്ടില്ല. ആ ആഹാരത്തിലാണോ ആഴ്സനിക് എന്നുള്ള ഒരു സംശയം ആ ഡോക്ടർക്ക് തോന്നിയതും ഡോക്ടർ അക്കാര്യം സമീപത്തുള്ള സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഹോസ്പിറ്റലിലെത്തി. അവര് ആ രേഖകളൊക്കെ പരിശോധിച്ചു. രേഖകൾ പരിശോധിക്കുന്നിടയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഡോക്ടർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങൾക്ക് സംശയമുള്ളതുകൊണ്ട് രോഗിയുടെ ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ലാബിൽ കൊടുത്തിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് എത്തി. ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതും പോലീസ് ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ടിലൂടെ ഒന്ന് കടന്നുപോയി. മരിച്ച വ്യക്തിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം ഏറ്റിട്ടുണ്ട്. ആ ആന്തരിക അവയവങ്ങളെയും വിഷമാണ് ബാധിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പോലീസ് നാൻസിയുടെ വീട്ടിലെത്തി. നാൻസിയുടെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ അവിടെ നാൻസി ഇല്ല. നാൻസിയുടെ മരിച്ചുപോയ ഭർത്താവിന്റെ അമ്മ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉള്ളത്. ഭർത്താവിന്റെ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെട്ടതും അതുമായി ബന്ധിപ്പിച്ച് ബാങ്കിൽ എന്തോ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് നാൻസി ബാങ്കിൽ പോയിരിക്കുകയാണ്. വീട്ടിലുള്ള ആ പ്രായമുള്ള സ്ത്രീയോട് പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ മകൻ എന്താ സംഭവിച്ചത്? സാർ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ മകൻ ശരിക്കും ആരോഗ്യവാനായിരുന്നു. അവന് പെട്ടെന്ന് അസുഖം വന്നതോ? നേരത്തെ ഒരു തവണ അസുഖബാധിതനായി അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അതെ സാർ, അതിനു മുമ്പ് അവൻ ശരിക്കും ആരോഗ്യവാനായിരുന്നു. അവന്റെ ശരീരത്തിന് എന്തോ ഒരു തകരാറുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് ആശുപത്രി പോയത്. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ അവൻ നല്ല ആരോഗ്യവാനായിരുന്നു. പക്ഷെ നേരെ പുലർന്നപ്പോൾ വീണ്ടും അവൻ അസുഖം വന്നു. അവരത് പറഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ മകന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. മോള് കണ്ടായിരുന്നു. മോള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാ മോള് പറഞ്ഞത്. നിങ്ങളുടെ മരുമകള് എവിടെയുള്ള ആളാണ്? സാർ, മരുമകളെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. അവള് എന്റെ മകനെ വിവാഹം കഴിച്ചിട്ട് അധികം നാളുകളൊന്നും ആയില്ല. പിന്നെ മരുമകളെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ അറിയാം? സാർ, അവള് നേരത്തെ ഒരുപാട് ആളുകളെ വിവാഹം കഴിച്ച സ്ത്രീയാണ്. പക്ഷെ അവരുടെ വിവാഹമൊന്നും അങ്ങോട്ട് ശരിയാകത്തില്ല. അവൾ ആദ്യം വിവാഹം കഴിച്ച ആള് അവളെ ഉപേക്ഷിച്ച് പോയെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അവളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയിരുന്നു. പക്ഷെ കുഞ്ഞിനെ അയാൾ കുറെ നാൾ കഴിഞ്ഞിട്ട് നാൻസിക്ക് തിരിച്ചുകൊണ്ട് കൊടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം
അധിക നാളൊന്നും അയാൾ ജീവിച്ചിരുന്നില്ല, അയാൾ മരിച്ചുപോയി. എങ്ങനെ മരിച്ച? ഹാർട്ട് അറ്റാക്ക് എന്തോ ആയിരുന്നു സർ. അതിനുശേഷം നാൻസി രണ്ടാമത് വിവാഹം കഴിച്ച ആള് വലിയ മദ്യപാനിയൊക്കെ ആയിരുന്നു. മദ്യപിച്ച് അവൻ മരിച്ചത്. മൂന്നാമത്തെ ആള് ഏതോ വിഷം ഉള്ളിച്ചെന്നിട്ടാണ് മരിക്കുന്നത് സർ. ആകെ 5 വിവാഹമാണ് അവൾ കഴിച്ചത്. 5ാമത്തതായിരുന്നു എന്റെ മകൻ. അത്രയും കാര്യങ്ങൾ ആ സ്ത്രീ പറഞ്ഞതും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ത്രീയോട് ചോദിച്ചു, അല്ല നാൻസി വിവാഹം കഴിച്ച 5 ആളുകൾ മരിച്ചു? സർ അതെ സർ, 5 പേരും മരിച്ചു സർ. അവര് മാത്രമല്ല, നാൻസിയുടെ മകളും മകളുടെ 2 കുട്ടികളും മരിച്ചു വരുന്നു. അവരെങ്ങനെ മരിച്ച? സർ നാൻസിയുടെ മോളും അവളുടെ മകളും വിഷം കഴിച്ചാ മരിച്ചത്. ചെറിയ കുട്ടി മരിച്ചത് എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടാണ്. ആ സ്ത്രീ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് ചോദിച്ചു, അല്ല ഇത്രയും മരണങ്ങൾ ഇവിടെ നടന്നു? സർ എനിക്ക് കേട്ടുകേൾവികൾ മാത്രമേ ഉള്ളൂ. ഞാൻ നാൻസിയും മറ്റു ആളുകളൊക്കെ പറയുന്നത് കേട്ട് പറയുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം അറിയത്തില്ല. ഈ അടുത്ത കാലത്താണ് എൻ്റെ മകൻ നാൻസിയെ പരിചയപ്പെടുന്നത്. നാൻസിയെ അവരുടെ മകൻ പരിചയപ്പെട്ട് അധികം നാൾ കഴിയുമ്പോൾ വിവാഹം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അസുഖം വന്നു, ആ മകൻ മരിക്കുകയും ചെയ്തു. അത്രയും കാര്യങ്ങൾ കേട്ടതും പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? ഹേയ്, നാൻസിക്കൊപ്പം താമസിച്ച എല്ലാ ആളുകളും മരിച്ചുപോയി സാർ. പിന്നെ ഞാനെങ്ങനെ താമസിക്കും? ഞാൻ ഈ മരണവിവരം അറിഞ്ഞതുകൊണ്ട് ഇവിടെ എത്തിയതാണ്. അവളിപ്പോൾ ബാങ്കിൽ പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാവോ? എന്താ സാർ? ഇവിടെ നാൻസിയുടെ മരിച്ചുപോയ ചെറുമക്കളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണുമല്ലോ, അതൊന്ന് എടുക്കാവോ? സാർ എനിക്ക് യഥാർത്ഥത്തിൽ അവ എവിടെ ഇരിക്കണമെന്നൊന്നും അറിയില്ല, എന്തായാലും ഞാനൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് വീടിനകത്തേക്ക് പോയ സ്ത്രീ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. അവരുടെ കയ്യിൽ ഒരു ഷീറ്റുണ്ട്. ആ 2 ഡെത്ത് സർട്ടിഫിക്കറ്റിലും മരണകാരണം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പേരും വിഷം ഉള്ളിച്ചെന്നിട്ടാ മരിച്ചിരിക്കുന്നത്. ആ ഇളയ കുട്ടി നാൻസിയുടെ ചെറുമകൾ എലിവിഷം പോലുള്ള എന്തോ എടുത്ത് കഴിച്ചിരിക്കുകയാണ്. വീട്ടിൽ വേറെ ആരും ഇല്ലാതിരുന്ന സമയത്ത് അബദ്ധവശാൽ ആ കുട്ടി എടുത്ത് കഴിച്ചതാണ്. ആ കാര്യം നാൻസിയുടെ ഇപ്പോഴത്തെ അമ്മായിയമ്മയ്ക്ക് അറിയാം. അവരത് പോലീസിനോട് പറയുകയും ചെയ്തു. പക്ഷെ ആ ഷോക്കിലാണ് നാൻസിയുടെ മകള് വിഷം കഴിച്ച് മരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസിന് കൺഫ്യൂഷൻ കൂടുകയാണ്. അവര് അവിടെ നിന്ന് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. നാൻസിയുടെ മകളും മകളുടെ മകളും മരിച്ചപ്പോൾ ആ ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് MC കട്ടൈൻ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങിയെത്തി. ആ ഹോസ്പിറ്റലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പോലീസിലേക്ക് ഈ കേസ് എത്തുന്നത്. അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ മടങ്ങിയെത്തിയ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെയുള്ള ഡോക്ടറോട് നാൻസിയുടെ മകളുടെ കാര്യം സൂചിപ്പിച്ചു. അത് കേട്ടതും അയാൾക്ക് ആ കാര്യങ്ങൾ അറിയാം. അയാൾ അത് കൃത്യമായി ഓർക്കുന്നുണ്ട്. നാൻസിയുടെ ചെറുമകളെ അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ആ ചെറിയ കുട്ടി മരിച്ചിരുന്നു. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഡോക്ടേഴ്സ് നിർബന്ധിച്ചത്. അന്ന് അങ്ങനെ നിർബന്ധിക്കുന്ന ഡോക്ടർമാരുടെ കൂട്ടത്തിൽ പോലീസിനോട് സംസാരിക്കുന്ന ആ ഡോക്ടറുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രംഗം ഓർമ്മയുണ്ട്. എലിവിഷം കഴിച്ച അവസ്ഥയിലാണ് ആ കുട്ടി അവിടെ കൊണ്ടുവന്നത്. മരണപ്പെട്ടിരുന്നത് കൊണ്ട് അതും അങ്ങനെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതും പോലീസ് അയാളോട് ചോദിച്ചു, ആരാ കൊണ്ടുവന്നത്? സർ നാൻസിയെ കൊണ്ടുവന്നത്. എന്ത് സംഭവിച്ചു എന്നാ നാൻസി പറഞ്ഞത്? സർ ആ കുട്ടിയും നാൻസി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. നാൻസി അടുക്കളയിൽ ജോലിയിൽ മുഴുകി നിൽക്കുമ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ കുട്ടി വീടിന്റെ പുറത്തൊക്കെ കറങ്ങി നടക്കുമ്പോൾ അവിടെ എലികളെ ഓടിക്കാനായി വെച്ചിരുന്ന വിഷം കാണുകയും അതെടുത്ത് കഴിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് നാൻസി റിപ്പോർട്ട് ചെയ്തത്. കഥകളൊക്കെ കേട്ടപ്പോൾ പോലീസിന്റെ കൺഫ്യൂഷൻ പിന്നെയും കൂടുകയാണ്. കൺഫ്യൂഷൻ കൂടിയെങ്കിലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി കിട്ടാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ ഡോക്ടറോട് ചോദിച്ചു, അല്ല ചെറുമക്കളുടെ മരണം അറിഞ്ഞപ്പോൾ നാൻസിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? സർ അത് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ മകളുടെ മകളൊക്കെ മരിക്കുമ്പോൾ ഏതൊരു അമ്മൂമ്മയും വളരെ സങ്കടപ്പെടും. പക്ഷെ അത്തരത്തിലുള്ള സങ്കടമൊന്നും ഞാൻ ആ സ്ത്രീ കണ്ടില്ല. അവര് ഒരു നിസ്സംഗ ഭാവത്തിലാണ് അന്ന് ഞങ്ങളോടൊക്കെ ഇടപെട്ടത്. മരണത്തിൽ മനോനില തെറ്റിപ്പോയ ഒരു സ്ത്രീയുടെ ലക്ഷണം അവരിൽ കണ്ടതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ അത് കൂടുതൽ ആലോചിക്കാത്തത്. പക്ഷെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ വന്നിരുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു. അവർക്ക് വേഗം ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ അവർ എന്നോട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നാൻസിയുടെ ആ പെരുമാറ്റം ഒരു പ്രത്യേകത ഉള്ളതായി അന്നേ തോന്നിയിരുന്നത് കൊണ്ടാണ് ആ ഡോക്ടർ അതിപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നത്. അയാൾ ആ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. ഹോസ്പിറ്റലിലെ ആ ഡോക്ടർക്ക് തോന്നിയ വെറും ഒരു സംശയം, അതാണ് പോലീസിനെ ഈ കേസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ആ സംശയവുമായി ബന്ധിപ്പിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുറേയേറെ കാര്യങ്ങൾ കേട്ടിരിക്കുകയാണ്. കേട്ട കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ചോദിച്ചാൽ പോലീസിന് അറിയത്തില്ല. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നാൻസി തന്നെ പറയണം. പോലീസ് നാൻസിയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി.
അവർ മടങ്ങിയെത്തപ്പോൾ നാൻസി ബാങ്കിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസിനെ കണ്ടപ്പോൾ നാൻസി പോലീസിനോട് ചോദിച്ചു, സാർ നിങ്ങൾ രാവിലെ ഇവിടെ വന്നിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ഞങ്ങൾ വന്നിരുന്നു നാൻസി, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ചോദിക്കണം സാർ, എന്താണ് അറിയേണ്ടത്? നാൻസിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത് ഒരു സിമ്പിൾ ചോദ്യമാണ്. നാൻസിയുടെ വീട്ടിൽ ഒരുപാട് മരണങ്ങൾ നടന്നു. നാൻസി ആ മരണങ്ങളെ കുറിച്ച് വായിച്ചപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ അതിശയം തോന്നുകയാണ്. ഈ മരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നാൻസിക്ക് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. അതെന്താ നാൻസി മാത്രം മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? സാർ, ഇതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? മരിച്ച ആളുകൾ എൻ്റെ മുൻ ഭർത്താക്കന്മാരായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരെല്ലാം എന്നെ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ ഡിവേഴ്സ് ആവുകയോ ചെയ്തതിന് ശേഷമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞാനുമായി അവർക്ക് വേറെ ബന്ധമൊന്നുമില്ല. പിന്നെ നടന്ന മരണം എന്ന് പറയുന്നത് എൻ്റെ പേരക്കുട്ടിയുടെ മരണമാണ്. അത് എനിക്ക് കൂടി പറ്റിയ ഒരു അബദ്ധമാണ്. ഞാൻ അവളെ നോക്കാൻ വിട്ടുപോയി. അടുക്കളയിൽ ഞാൻ സജീവമായി നിൽക്കുമ്പോഴാണ് അവൾ പുറത്ത് കളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കണ്ണ് വെട്ടിച്ച അവളൊന്ന് എലിവിഷം എടുത്ത് കഴിച്ചത്. അത് എൻ്റെ മകൾക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവളും ആത്മഹത്യ ചെയ്തത്. പിന്നെ ഇളയ കുട്ടിയുടെ കാര്യം, അത് തികച്ചൊരു ആക്സിഡന്റ് ആയിരുന്നു. അവളെ തെന്നി വീണപ്പോ പിന്നെ അവളുടെ നെറ്റിയിലേക്ക് ഇടിച്ചു കയറിയതാണ്. സാർ, ഇതിലൊക്കെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും സാർ? നാൻസി നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ പോലീസ് നാൻസിയോട് ചോദിച്ചു, അല്ല നാൻസി, നിന്റെ മരിച്ചുപോയ ഭർത്താവിൽ ഒരാള് ഹാർട്ട് അറ്റാക്ക് വന്നാ മരിച്ചിരിക്കുന്നത്, ഒരാൾക്ക് കരളിനാണ് അസുഖം. പക്ഷേ മറ്റു 3 പേർ മരിച്ചിരിക്കുന്നത് തികച്ചും അസ്വാഭാവികമായിട്ടാണ്. 2 പേർ വിഷം ഉള്ളിച്ചെന്നാ മരിച്ചിരിക്കുന്നത്. സാർ, എന്താ ഈ പറയുന്നത്? എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് എന്റെ കുഞ്ഞിനെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം ഇവിടുന്ന് പോയി കുറെ നാൾ കഴിഞ്ഞിട്ടാ മരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. മരിച്ച വിവരം ആളുകളൊക്കെ പറഞ്ഞ് പിന്നീട് ഞാൻ അറിയുന്നത് തന്നെ. നാൻസി അങ്ങനെ പറഞ്ഞപ്പോ പോലീസിന് അതങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ നാൻസി പറയുന്ന മറുപടികൾക്ക് ഉള്ളിൽ എന്തോ ഒരു കള്ളമുണ്ടെന്നൊരു ഗട്ട് ഫീലിംഗ് ചോദിക്കുന്ന ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉള്ളിലുണ്ട്. എന്താണ് ആ ഫീലിംഗ് എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു ദുരൂഹത നാൻസിയിൽ ഉണ്ടെന്നുള്ളൊരു തോന്നൽ നാൻസിയോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ട്. നാൻസിയിൽ നിന്ന് കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച പോലീസ് അവിടെ നിന്ന് സ്റ്റേഷനിൽ മടങ്ങിയെത്തി. ഇപ്പോ പോലീസ് ഒരു വലിയ അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ഫീൽഡിലാണ്. നാൻസിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് മുന്നോടിയായി നാൻസിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചറിയണം. അതറിഞ്ഞിട്ടേ നാൻസി ചോദ്യം ചെയ്യാവും. ആ ഒരു തീരുമാനമെടുത്ത അന്വേഷണ സംഘം നാൻസിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു തുടങ്ങി. നാൻസി ആദ്യം വിവാഹം കഴിച്ചത് ചാർലി എന്ന പേരുള്ള ഒരാളെയാണ്. ചാർലി നാൻസി ദമ്പതികൾക്ക് 3 കുട്ടികളാണ്. അതിൽ 2 കുട്ടികൾ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു ദിവസം മരണപ്പെട്ടു. ആ 2 കുട്ടികളെയും ആളുകൾ കാണുമ്പോൾ അവരുടെ വായിലൂടെ നുരയും പതയും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവരെ കാണുന്നത്. അവരെ രക്ഷിക്കാൻ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആ കുട്ടികളെ ആളുകൾ കൊണ്ടുപോയെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ മരണത്തിൽ ഒരു അസ്വാഭാവികത ചാർലിക്ക് തോന്നിയത് കൊണ്ടാണ് ചാർലി 3ാമത്തെ കുട്ടിയും എടുത്തുകൊണ്ട് നാൻസിയുടെ അടുത്തുനിന്ന് അയാളുടെ നാട്ടിലേക്ക് പോയത്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ ഇളയ കുട്ടി പെൺകുട്ടി ആയതുകൊണ്ട് അമ്മയ്ക്കൊപ്പം വളരുന്നതാണ് നല്ലതെന്ന് കരുതിയിട്ട് അയാൾ ആ പെൺകുട്ടിയെ നാൻസിയുടെ അടുത്തുകൊണ്ട് ആക്കുകയായിരുന്നു. നാൻസിക്ക് അയാൾ കുട്ടിയെ കൈമാറുമ്പോൾ നാൻസി അയാളോട് ശരിക്കും സൗഹാർദ്ദത്തിൽ സംസാരിച്ചതായി അയൽക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ചാർലി മരണപ്പെടുകയും ചെയ്തു. ചാർലി എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഈ സംഭവം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് നാൻസി 2ാമതൊരു വിവാഹം കഴിക്കുന്നത്. അതൊരു ഫ്രാങ്ക് ഹാൽസനാണ്. ഫ്രാങ്ക് ഹാൽസനുമായിട്ട് ഒരു അടിപൊളി ലൈഫായിരുന്നു തുടക്കത്തിൽ നാൻസിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഫ്രാങ്കും നാൻസിയും തമ്മിലുള്ള ബന്ധം ഒന്ന് ഉലഞ്ഞു. അയാള് സ്ഥിരമായി മദ്യപിക്കുന്ന കക്ഷിയാണ്. മദ്യപിച്ച് അയാളുടെ കരള് അടിച്ചുപോയി. ലിവർ സിറോസിസ് വന്നാണ് അയാൾ മരിക്കുന്നത്. അത് നാട്ടുകാരിൽ നിന്ന് പോലീസ് അന്വേഷിച്ചറിഞ്ഞു. അയാൾ മരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് നാൻസി 3ാമതും വിവാഹം കഴിക്കുന്നത്. ആ ആളുടെ പേര് ആർലി ലാനി എന്നാണ്. അയാളും നാൻസിയും തമ്മിലുള്ള ആ ലൈഫ് ശരിക്കും മറ്റുള്ള ആൾക്കാർക്ക് അസൂയ ഉണ്ടാക്കത്തക്ക ശൈലിയിൽ ഒരു അടിപൊളി ലൈഫ് തന്നെയായിരുന്നു. ആ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നാൻസിയുടെ ആദ്യത്തെ വിവാഹത്തിലെ ആ കുട്ടി വളർന്നു വരികയാണ്. ആദ്യത്തെ വിവാഹത്തിലെ 3 കുട്ടികളിൽ ബാലൻസ് ഉള്ള പെൺകുട്ടി പതുക്കെ ഒരു ബാലികയായി മാറുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആർലി ലാനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ശരിക്കും നാൻസിയുടെ കുടുംബം ഒന്ന് പച്ചപിടിച്ച് വരുമ്പോഴാണ് ലാനി ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നത്. കുറച്ചുനാള് നാനി ആ ഏക മകളുമായി ഒറ്റയ്ക്ക് അങ്ങനെ കഴിയുകയായിരുന്നു. അവളും അവളുടെ മകളും ലാനിക്കൊപ്പം സുഖമായി കഴിയുമ്പോഴാണ്
ലാനി ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു നാള് നാൻസി ആരോട് സംസാരിക്കാതെ മകളും വളർത്തി അങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ കുറെ നാളൂടെ കഴിഞ്ഞപ്പോൾ മകള് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കായി പോയ നാൻസി ഒരു വിവാഹം കൂടി കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് റിച്ചാർഡ് മോർത്തനെ വിവാഹം കഴിക്കുന്നത്. റിച്ചാർഡ് മോർത്തനുമായിട്ടുള്ള ലൈഫ് അടിപൊളിയായി പോകുമെന്നൊക്കെ കരുതിയിട്ടാണ് നാൻസി റിച്ചാർഡ് മോർത്തനെ വിവാഹം കഴിച്ചത്. പക്ഷേ നാട്ടുകാരിൽ നിന്ന് പോലീസ് അറിഞ്ഞത് അവളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയെന്നാണ്. ഈ റിച്ചാർഡ് മോർത്തൻ ആളൊരു കുഴപ്പക്കാരനായിരുന്നു. അയാള് നാൻസിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാതി ഇടയ്ക്ക് അയൽ വീട്ടുകാരോട് നാൻസി പറഞ്ഞതായി അവർ പോലീസിനോട് സൂചിപ്പിച്ചു. കല്യാണം കഴിച്ച ഭർത്താവ് തന്നെ ഭാര്യയെ റേപ്പ് ചെയ്യാന്നുള്ളത് അത്ര സ്വാഭാവികമായൊരു സംഭവമല്ല. പക്ഷെ അത് അവരുടെ ആ ലൈഫിൽ നടന്നിരിക്കുകയാണ്. അതിന്റെ പേരിൽ നാൻസിയും മോർത്തനും തമ്മിൽ തെറ്റി. മോർത്തനെ ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെ നാൻസി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഭാഗ്യത്തിന് മോർത്തൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുന്ന ഭർത്താക്കന്മാര് നാൻസിക്ക് ഒരുപാട് ഉണ്ടല്ലോ എന്ന് ആ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പോലീസുകാര് പരസ്പരം പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് നാൻസിയുടെ ഇളയ മകൾ വിവാഹം കഴിക്കുന്നത്. അപ്പോഴേക്കും അവള് യൗവനയുക്തിയായ ഒരു പെൺകുട്ടിയായി കഴിഞ്ഞിരുന്നു. അവൾ വിവാഹം കഴിച്ചു. അവൾക്ക് 2 കുട്ടികളുമായി. അവളുടെ ഭർത്താവ് അവളെയും കുട്ടികളെയും നന്നായി നോക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നാൻസി മകളെയും ചെറുമക്കളെയൊക്കെ അവൾക്കൊപ്പം വിളിച്ചുകൊണ്ട് നിർത്തും. നാൻസിയുടെ ആ ഏക മകള് അവളുടെ 2 കുട്ടികൾക്കൊപ്പം അവളുടെ ഭർത്താവിനൊപ്പവും ഇടയ്ക്ക് നാൻസിക്കൊപ്പവും വന്ന് കഴിയും. നാൻസിക്കൊപ്പം കഴിയുന്നതിനിടയിലാണ് ഒരു ദിവസം അവളുടെ ഇളയ കുട്ടിയുടെ തലയിലേക്ക് ആ ഹെയർ ക്ലിപ്പ് തറച്ചു കയറി അവള് മരണപ്പെടുന്നത്. ശരിക്കും ആ കുട്ടി പിടഞ്ഞു മരിച്ച ആ രംഗം നാൻസിയുടെ മകളെ ഒന്ന് ഉലച്ചിരുന്നു. അവൾ ആകെ ടെൻഷനായിരിക്കുമ്പോഴാണ് ഒരു ദിവസം അവളുടെ മൂത്ത മകള് എലിവിഷം കഴിച്ച് മരണപ്പെടുന്നത്. ആ സംഭവം അവളുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെടുത്തി. അങ്ങനെയാണ് അവളും വിഷം കഴിച്ച് മരിക്കുന്നത്. ശരിക്കും നാൻസിയുടെ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. ആ ദുരന്തങ്ങളിലൂടെ കടന്നുപോയ പോലീസിന് തന്നെ ഒരു വല്ലാത്ത അസ്വസ്ഥത. അവര് വിചാരിച്ചിരുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് നാൻസിയുടെ വീട്ടിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ. നാൻസിയുടെ ഇളയ മകളും കുട്ടികളും മരിച്ചതിന് ശേഷമാണ് നാൻസി അവസാനത്തെ വിവാഹം കഴിക്കുന്നത്. അയാളുടെ പേരാണ് സാമുവൽ. സാമുവലുമായിട്ടുള്ള നാൻസിയുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാമുവലിന് ഒരു അസുഖം വരുന്നത്. ദേഹത്തേക്ക് കറുത്ത പാടുകൾ വരികയും അയാളുടെ വായിലൂടെ നുരയും പതയൊക്കെ വരികയും ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് നാൻസി അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് ശേഷം ഒരു പരുവത്തിൽ അയാളുടെ അസുഖം ഭേദമായതാണ്. പക്ഷെ പിറ്റേന്ന് രാവിലെ വീണ്ടും അസുഖം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാൻസി സാമുവലിനെ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. പക്ഷെ അവിടെ വെച്ച് 2 ദിവസത്തിനകം ആ സാമുവല് മരണപ്പെടുകയും ചെയ്തു. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ടിൽ നിന്നാണ് പോലീസിന്റെ അന്വേഷണം യഥാർത്ഥത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ആകെ 8 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 8 മരണങ്ങളും നാൻസിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പോലീസിന് അന്വേഷിച്ച് അറിയേണ്ടത് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. നാൻസിയെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ ബേസ് ചെയ്ത് നാൻസിയോട് എന്തെങ്കിലും ചോദ്യം ഇനി ചോദിക്കാൻ പാടുള്ളൂ. നാൻസിയുടെ വീട് സെർച്ച് ചെയ്യണം, നാൻസിയെ അറസ്റ്റ് ചെയ്യണം, നാൻസിയെ ചോദ്യം ചെയ്യണം. പക്ഷെ ഇതിനൊക്കെ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തെളിവ് വേണമല്ലോ. നാൻസിക്ക് ഈ മരണങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് പറ്റിയിട്ടില്ല. ആകെയുള്ള സംശയം അവളുടെ അവസാനത്തെ ഹസ്ബൻഡ് മരണപ്പെടുന്ന സമയത്ത് അവളും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അവൾക്ക് വിഷബാധ ഏറ്റിട്ടില്ല. അവളുടെ ഹസ്ബൻഡിന് മാത്രമാണ് വിഷബാധ ഏറ്റിരിക്കുന്നത്. അതാണ് സംശയം നമ്പർ 1. രണ്ടാമത്തെ സംശയം പോസ്റ്റ്മോർട്ടം നടത്താൻ അവൾ വിസമ്മതിച്ച കാര്യമാണ്. അവസാനം മരിച്ച സാമുവലിന്റെ അമ്മ അവർ കേട്ട കാര്യങ്ങളുടെ ഭാഗമായി പോലീസിനോട് പറഞ്ഞിരിക്കുന്നു ആ ഒരു വാചകമാണ്. നാൻസിയുടെ മകളും ചെറുമക്കളും മരിച്ചപ്പോൾ ആ 3 പേരെയും പോസ്റ്റ്മോർട്ടം നടത്തിക്കാൻ നാൻസിക്ക് ശരിക്കും വിമുഖതയുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ നടത്തേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും 3 വയസ്സുള്ള ആ കുട്ടി മരണപ്പെട്ടിരുന്നതുകൊണ്ടാണ് ഹോസ്പിറ്റലുകാർ തന്നെ നിർബന്ധ ബുദ്ധിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്തിയത്. അങ്ങനെയാണ് ആ കുട്ടിയുടെ വയറ്റിൽ വിഷമുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തുന്നത് തന്നെ. ഇവയൊക്കെ തമ്മിൽ നാൻസിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ചോദ്യങ്ങൾ പ്രൂവ് ചെയ്യാനായി നാൻസിയെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷെറീഫിനോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. സർ, ഈ നാൻസി എങ്ങനെ ജീവിക്കുന്നത്? അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനം എവിടുന്നാ വരുന്നത്? ഇതുവരെ പോലീസ് ശ്രദ്ധിക്കാതിരുന്ന ഒരു മേഖലയിലേക്ക് ആ
ചോദ്യം സ്വാഭാവികമായും പോലീസിനെ എത്തിച്ചു. പോലീസ് നാൻസിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്ന് വിശദമായി പഠിക്കാൻ തീരുമാനിക്കുന്നത് ആ നിമിഷത്തിലാണ്. നാൻസിയുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ കളക്ട് ചെയ്യാൻ പോലീസിന് എളുപ്പമായിരുന്നു. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിലൂടെ കടന്നു പോകുന്ന പോലീസിന് ഇടയ്ക്കിടയ്ക്ക് വൻ തുകകൾ നാൻസിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളതായി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വലിയ തുകയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ആ തുക വന്നിരിക്കുന്നത് എവിടെ നിന്നുള്ള ചോദ്യം പോലീസ് അന്വേഷിക്കുമ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ തുകകളെല്ലാം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നാണ് വന്നിരിക്കുന്നുള്ള കാര്യം അവർ കണ്ടു. ആ വന്നിരിക്കുന്ന തുകകൾ ഇങ്ങനെ പോലീസ് എണ്ണി നോക്കുമ്പോൾ ശരിക്കും പോലീസിന്റെ കിളി പോയ പോലെ 11 തവണ അവൾക്ക് ഇൻഷുറൻസ് തുക കിട്ടിയിട്ടുണ്ട്. പോലീസ് ആ 11 പേരുടെയും ലിസ്റ്റ് എടുത്തു. സ്വന്തം അമ്മയെയും 5 ഭർത്താക്കന്മാരെയും 3 മക്കളെയും ഇളയ മകളുടെ 2 കുട്ടികളുമാണ് നാൻസിയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത്. ഈ 11 ആളുകൾക്കും വേണ്ടി അതാത് സമയങ്ങളിൽ പോളിസി എടുത്തിരിക്കുന്നത് നാൻസിയാണ്. ആ പോളിസിയിൽ പ്രീമിയം അടച്ചുകൊണ്ടിരുന്നതും നാൻസിയാണ്. അവർ മരിച്ചപ്പോൾ ആ പോളിസികളിലൊക്കെ നോമിനിയായി ഉണ്ടായിരുന്നത് നാൻസിയാണ്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ മരണത്തിന് ശേഷം നാൻസി അവരുടെ എല്ലാ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുത്ത് നോമിനി നിലയിൽ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഈ 11 മരണങ്ങളിൽ പലതും അസ്വാഭാവിക മരണങ്ങളാണെങ്കിലും കൊലപാതകം എന്ന് പറയാൻ കഴിയുന്ന മരണങ്ങളൊന്നും അല്ലാവാം. അതുകൊണ്ട് തന്നെ നോമിനിയായി ഇരിക്കുന്ന നാൻസിക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. പോലീസിന് അക്കാര്യം അറിയാം. ഈ മരണങ്ങളിൽ ഒന്നുപോലും കൊലപാതകം അല്ലെങ്കിലും എല്ലാം അസ്വാഭാവിക മരണങ്ങളാണ്. ആ അസ്വാഭാവികതയുടെ പിന്നിൽ നാൻസിയാണോ? ആ ഒരു ചോദ്യമാണ് ഇപ്പൊ പോലീസിന്റെ മനസ്സിലുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടമായിട്ട് ചർച്ച ചെയ്തു തുടങ്ങി. ഈ മരണങ്ങളൊക്കെ അസ്വാഭാവികമായി സംഭവിക്കാൻ നാൻസി ഇടപെട്ടിട്ടുണ്ടോ? അതാണ് പോലീസിന് അറിയേണ്ടത്. അതറിയാൻ വേണ്ടി പോലീസ് ആ 11 ഇൻഷുറൻസ് പോളിസികളുടെയും ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്തു. ആ ഡോക്യുമെന്റുകളിലൂടെ കടന്നുപോയ പോലീസിന് അമ്പരപ്പിക്കുന്ന ഒരു സാമ്യം കാണാൻ പറ്റി. പോളിസി എടുക്കുന്ന നാൻസി കൃത്യമായി ആ പോളിസികളിൽ പ്രീമിയം അടയ്ക്കുകയാണ്. ഒരു ഇൻഷുറൻസ് പോളിസി ലൈവായി നിൽക്കണമെങ്കിൽ മിനിമം പ്രീമിയം അടച്ചിരിക്കേണ്ട ഒരു കാലാവധിയുണ്ട്. ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ പല ഇൻഷുറൻസ് കമ്പനികളും ഈ ശൈലിയിലുള്ള മരണങ്ങൾക്ക് ക്ലെയിം നൽകത്തില്ല. ആ കാര്യം അറിയാവുന്ന പോലീസ് അമ്പരപ്പോടെ അത് മനസ്സിലാക്കി. ഈ പോളിസി എടുത്തിരിക്കുന്ന ആരും തന്നെ 1 കൊല്ലത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടേയില്ല. ആ സുരക്ഷിത കാലാവധി കഴിയുമ്പോഴാണ് അവർ ഹാർട്ട് അറ്റാക്ക് വന്നും ലിവർ സിറോസിസ് വന്നും വിഷം കഴിച്ചുമൊക്കെ മരണപ്പെടുന്നത്. ഏറ്റവും ചെറിയ കുട്ടി തലയിൽ ക്ലിപ്പ് കയറി മരിച്ചിരിക്കുന്ന പോലും കൃത്യം 1.5 വയസ്സായപ്പോഴാണ്. ആ കുട്ടിക്ക് ഏകദേശം 6 മാസം ആകാറായപ്പോഴാണ് ആ കുട്ടിയുടെ പേരിൽ നാൻസി പോളിസി എടുത്തത്. സാധാരണഗതിയിൽ മുതിർന്ന ആളിന്റെ പേരിലാണ് പോളിസി എടുക്കുക. നോമിനിയായി കുട്ടിയെ വെക്കും. പക്ഷെ ഇവിടെ തിരിച്ചാ വെച്ചിരിക്കുന്നത്. കുട്ടിയുടെ പേരിൽ പോളിസി, പണം അടയ്ക്കുന്ന ആൾ തന്നെ നോമിനി ആയിരിക്കുകയാണ്. അമ്പരപ്പിക്കുന്നതാണ് ആ വിവരങ്ങൾ. ഈ പോളിസികളിലെ പോളിസി ഹോൾഡേഴ്സ് ഒക്കെയും ആ സേഫ് പീരീഡ് കഴിയുമ്പോൾ മരിച്ചതിന്റെ പിന്നിൽ നാൻസിക്ക് പങ്കുണ്ടെന്നുള്ള ഒരു ധാരണ പോലീസിനുണ്ടായി. പക്ഷെ അത് പ്രൂവ് ചെയ്യണമല്ലോ. നാൻസിക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം മതി നാൻസി ചോദ്യം ചെയ്യാൻ. അങ്ങനെ ഒരു ധാരണയിലേക്ക് പോലീസ് കടന്നു. നാൻസിക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് എത്തിച്ചേർന്നത് നാൻസിയുടെ മകളുടെ ഭർത്താവിൻ്റെ അടുത്താണ്. അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പുള്ളിയോട് ചോദിക്കുമ്പോഴാണ് പുള്ളി ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. മരണപ്പെടുന്നതിന് മുന്നേ അയാളുടെ ഭാര്യ അയാളോട് നാൻസിയെക്കുറിച്ച് ചില പരാതികളൊക്കെ പറഞ്ഞിരുന്നു. പരാതികളാണോ അവളുടെ നിരീക്ഷണമാണോ എന്ന് വ്യക്തമായും ഇപ്പോൾ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നാൻസിയുടെ മകള് അവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞത് അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അമ്മയുടെ സംഭാഷണങ്ങളും രീതികളൊക്കെ സാധാരണ മനുഷ്യർക്ക് അനുയോജ്യമായ ഒന്നല്ല എന്നാണ് മകൾ അന്ന് അവളുടെ ഭർത്താവിനോട് പറഞ്ഞത്. അയാളത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അയാളുടെ ഭാര്യ സ്വയം വിഷം കഴിച്ച് മരിച്ചതാണോ എന്നുള്ള ചോദ്യം പോലീസ് ചോദിച്ചു. അതിന് 1 നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞ മറുപടി പോലീസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. സാർ, ഞാൻ അറിയുന്ന എൻ്റെ ഭാര്യ ഒരു കാരണവശാലും വിഷം കഴിക്കത്തില്ല. അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ മകൾ മരിച്ചപ്പോൾ ആ ഷോക്കിൽ അവൾ വിഷം കഴിക്കില്ലെന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ മകളുടെ മരണത്തിലും സംശയമുണ്ട്. അയാളുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. അയാളുടെ മകള് വിഷം കഴിക്കുന്ന സമയത്ത് ശരിക്കും ആ വീട്ടിൽ അയാളുടെ മകളും നാൻസിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. നാൻസി അടുക്കളയിലായിരുന്നപ്പോൾ ആ കൊച്ചുകുട്ടി അറിയാതെ
എലിവിഷം എടുത്ത് കഴിച്ചു എന്നൊക്കെയാണ് നാൻസി അന്ന് അവളുടെ മകളോടും അവളുടെ മകളുടെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞത്. പക്ഷെ അത് വിശ്വസിക്കാൻ ഇപ്പോൾ അയാൾക്കൊരു മടി. നാൻസി അയാളുടെ മകൾക്ക് വിഷം കൊടുത്ത് കൊന്നു എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ അയാൾക്കുണ്ട്. അയാൾ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നതും നാൻസിക്കെതിരെ പരാതി പറയാൻ പോലീസിന് വ്യക്തമായും ഒരാളെ കിട്ടിയിരിക്കുകയാണ്. രണ്ടാമതായി പോലീസ് വിളിച്ചു വരുത്തിയത് സാമുവലിന്റെ അമ്മയാണ്. അവര് നാൻസിക്കെതിരെ ഉറച്ചു നിൽക്കുകയാണ്. നാൻസിയെക്കുറിച്ച് കേട്ട കഥകളൊക്കെ ആദ്യം വെറും കെട്ടുകഥകളായിട്ടാണ് അവർ കരുതിയത്. അസൂയുള്ള ആളുകൾ അതും ഇതൊക്കെ പറയുന്നു എന്ന് കരുതിയ അവർക്ക് പിന്നീട് കേട്ടതും കണ്ടതുമായ കാര്യങ്ങളിൽ ഒരുപാട് സംശയം തോന്നി. അതുകൊണ്ട് തന്നെ മകനെ വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിനെ കുറിച്ച് അവർ സീരിയസ് ആയി ആലോചിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മകന് അസുഖം വന്ന് മകൻ ഹോസ്പിറ്റലിലേക്ക് മാറുന്നത്. ശരിക്കും മകനും നാൻസിയും തമ്മിൽ ഒരു വിഷയം ഉടലെടുത്തിരുന്നു. നാൻസിയുടെ സ്വഭാവം ശരിയല്ല എന്ന് സാമുവൽ പറഞ്ഞതിന് ശേഷമാണ് സാമുവലിന് അസുഖം വരുന്നത്. രണ്ടാമത്തെ ആളും നാൻസിക്കെതിരായി തെളിവ് നൽകാൻ കോടതി വരാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പോലീസ് അവിടെ നിർത്തിയില്ല. നാൻസിയുടെ മരിച്ചുപോയ എല്ലാ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട ആളുകളെയും പോലീസ് കാണുകയും അവരിൽ നിന്നൊക്കെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. നാൻസിയുടെ ആ കാലഘട്ടങ്ങളിലെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരശേഖരണം നടത്തിയതിനു ശേഷം അവസാനം അവർ നാൻസിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. നാൻസി സ്റ്റേഷനിലെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുറിയിലെത്തി. നാൻസിയും അന്വേഷണ ഉദ്യോഗസ്ഥനും മാത്രമാണ് ആ മുറിയിലുള്ളത്. ശരിക്കും ഒരു ഇരുട്ട് മുറിയാണ്. ഇരുട്ട് മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിലിരിക്കുന്ന നാൻസിക്ക് ഒരു കുലുക്കവുമില്ല. അവർ ശരിക്കും ശാന്തയാണ്. നാൻസിയെ ഒന്ന് നോക്കിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നാൻസിയോട് പറഞ്ഞു, നാൻസി, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ കഴിഞ്ഞ 30 വർഷത്തെ ലൈഫ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഈ 30 വർഷം കൊണ്ട് നിങ്ങൾ 11 ആളുകളെ കൊന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ അത് പറയുമ്പോൾ നാൻസിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി. സാർ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെ എന്റെ ബന്ധുക്കളാണ്. ഈ ബന്ധുക്കളൊക്കെ മരിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ആ മരണത്തിൽ എനിക്കുള്ളതിനേക്കാൾ സങ്കടം നിങ്ങൾക്കുണ്ടെന്ന് തോന്നുമല്ലോ നിങ്ങൾ ഈ പറയുന്നത് കേട്ടാൽ. അന്വേഷണ ഉദ്യോഗസ്ഥനോട് അങ്ങനെ മറുത്തൊരു ചോദ്യം നാൻസി ചോദിച്ചതും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നോക്ക്, നിങ്ങൾ ഒരു വല്ലാത്ത സൈക്കോയാണ്. നിങ്ങളുടെ ഈ സൈക്കിക് സ്വഭാവം കൊണ്ടല്ലേ നിങ്ങൾ ആ ചെറിയ കുട്ടിയെ കൊന്നത്. സാർ എന്താ ഈ പറയുന്നത്? ഞാൻ ചെറിയ കുട്ടിയെ കൊന്നു? ഏത് കുട്ടിയെ? നിങ്ങളുടെ മകളുടെ ഇളയ കുട്ടിയെ? ഏയ്, നിങ്ങൾ വെറുതെ പറയുന്നതാണ്. നോക്ക് നാൻസി, ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. അങ്ങനെ പറഞ്ഞിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ 11 ഫയലുകൾ എടുത്ത് നാൻസിയുടെ മുമ്പിലേക്ക് വെച്ചു. മേശപ്പുറത്ത് അടുക്കി വെക്കുകയാണ് ആ ഫയലുകൾ. അതിൽ നിന്ന് അയാൾ ഒരു ഫയല് പുറത്തെടുത്തു. അതിനകത്ത് ഒരു ഡേറ്റും ഫോട്ടോയും ആളുടെ പേരും ഒക്കെ ഉണ്ട്. നാൻസി, ഇത് നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ എടുത്ത പോളിസിയാണ്. ഈ പോളിസിക്ക് നീയാണ് പ്രീമിയം അടച്ചിരുന്നത്. ഈ പ്രീമിയത്തിന് ഒരു സേഫ് പീരീഡ് ഉണ്ടാകും. ആ സേഫ് പീരീഡ് കഴിഞ്ഞതും നിന്റെ അമ്മ മരിച്ചു. സാർ, പോളിസി എടുക്കുന്ന ആളുകളൊക്കെ ഉള്ള കാലം ജീവിച്ചിരിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല സാർ. ചിലരൊക്കെ മരിച്ചു. ഓക്കെ, അങ്ങനെ ആവട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥൻ ആ ഫയൽ മാറ്റിവെച്ച് രണ്ടാമത്തെ ഫയൽ എടുത്തു. അത് അവളുടെ മൂത്ത 2 കുട്ടികളുടെയും ഇൻഷുറൻസ് പോളിസികളാണ്. ഇത് നിന്റെ തന്നെ കുട്ടികളുടെ ഇൻഷുറൻസ് പോളിസിയാണ്. ഈ പോളിസികൾ എടുത്തിരിക്കുന്നത് നീയാണ്. പ്രീമിയം അടച്ചത് നീയാണ്. ആ കുട്ടികളുടെ പ്രീമിയം നീ കൃത്യമായും ലോക്കിംഗ് പീരീഡ് വരെ അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതും ആ കുട്ടികൾ തികച്ചും അസ്വാഭാവികമായ സാഹചര്യത്തിൽ മരണപ്പെടുകയായിരുന്നു. നീ ഇവരെ കൊന്നുവെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നാൻസിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വരികയാണ്. സാർ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? എന്റെ മക്കളെ ഞാൻ കൊന്നു. അനാവശ്യം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നാൻസി, അതെന്തുമാവട്ടെ, ഈ പ്രീമിയം അടയ്ക്കുന്ന നീ ഈ 2 കുട്ടികളുടെയും മരണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഡെത്ത് സർട്ടിഫിക്കറ്റിന് ഓഫീസിൽ ചെന്നിരുന്നു എന്നതിന്റെ തെളിവുണ്ട്. സാധാരണഗതിയിൽ ഒരമ്മമാരും അങ്ങനെ ഓടി ചെല്ലാറില്ല. അത് കേട്ടപ്പോൾ നാൻസി ഒന്ന് പതറി. അതുവരെ ധൈര്യം സംഭരിച്ചിരുന്ന നാൻസിയുടെ മുഖത്ത് ആദ്യമായി ഒരു പതർച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണുകയാണ്. നാൻസി പതർന്നു കണ്ടതും പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ ആദ്യം എടുത്ത ഫയല് ഒന്നുകൂടി പുറത്തെടുത്തു. നാൻസിയുടെ അമ്മയുടെ മരണ റിപ്പോർട്ടാണ്. നാൻസി, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാതെ മാറ്റിവെച്ചതാണ്. നിന്റെ അമ്മ മരിച്ചത് ഉള്ളിൽ വിഷം ചെന്നാണ്. നിന്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ എന്താ കാരണം? സാർ, അങ്ങനെ ചോദിച്ചാൽ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്തൂടെ? ഓക്കെ, ആത്മഹത്യ ചെയ്യാം. പക്ഷെ ആത്മഹത്യ ചെയ്ത ആ സ്ത്രീക്ക് വേണ്ടി പോളിസി എടുത്തതും പ്രീമിയം അടച്ചതും നീയാണ്. ആ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞപ്പോൾ നിന്റെ അമ്മ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളോട് ഞങ്ങൾ വിവരം ശേഖരിച്ചപ്പോൾ അവരാരും
നിന്റെ അമ്മയ്ക്ക് പോളിസി ഉള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. നിനക്ക് മാത്രമാണ് ആ വിവരം അറിയാമായിരുന്നത്. നിന്റെ അമ്മയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടി എന്നുള്ള കാര്യം നിന്റെ ബന്ധുക്കളെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. അവരറിയാത്ത കാര്യമാണ്. നിന്റെ അമ്മയുടെ കേസ് മാത്രമല്ല, ഈ ഇരിക്കുന്ന ഫയലിലുള്ള എല്ലാ കേസുകളിലും ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തി. നിന്റെ മരിച്ചുപോയ ഭർത്താക്കന്മാരൊക്കെയും ബന്ധുക്കളുള്ളവരാണ്. അവരാരും തന്നെ ആ ഭർത്താക്കന്മാർക്ക് ഇത്രയും വലിയ ഇൻഷുറൻസ് പോളിസി ഉള്ളത് അറിഞ്ഞിട്ടില്ല. നീ ആ പോളിസി എടുത്തു, പ്രീമിയം അടച്ചു. പ്രീമിയം കാലാവധിയിൽ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞതും ആ ആളുകളെ അങ്ങ് കൊന്നു. നാൻസിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങനെ പറഞ്ഞതും നാൻസിക്ക് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു തുടങ്ങി. 11 കൊലപാതകങ്ങളാണ് അവരുടെ മുകളിൽ പതുക്കെ ആ ഉദ്യോഗസ്ഥൻ ആരോപിക്കുന്നത്. നാൻസിയോട് ആ ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ഈ സംഭവങ്ങൾ അടുത്ത ക്യാബിനിലിരുന്ന് കൃത്യമായി മറ്റുള്ളവർ നോട്ട് ചെയ്യുകയാണ്. നാൻസിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ബേസ് ചെയ്ത് വേണം അവർക്ക് നാൻസിക്കെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ. നാൻസിയെ വിശദമായി ചോദ്യം ചെയ്തിട്ടും നാൻസി ഒരു കുറ്റവും ഏറ്റില്ല. 11 കൊലപാതകങ്ങളാണ് നാൻസിക്ക് മുകളിൽ പോലീസ് ആരോപിച്ചത്. ആ 11 കൊലപാതകങ്ങളിലും തനിക്ക് പങ്കില്ല എന്ന വാദത്തിൽ തന്നെ നാൻസി സ്റ്റേഷനിൽ ഉറച്ചു നിന്നു. പക്ഷേ കോടതിയിലെത്തി അവൾക്കെതിരെ അവളുടെ മകളുടെ ഹസ്ബൻഡും അവളുടെ ഹസ്ബൻഡുമാരുടെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും ഒക്കെ എതിരായിട്ട് സാക്ഷി പറഞ്ഞപ്പോൾ നാൻസി അവസാനം ജഡ്ജിയോട് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. നാൻസിയുടെ മനസ്സിൽ വളരെ യാദൃശ്യവശാലാണ് ഒരു ആശയം വിരിയുന്നത്. ഇൻഷുറൻസ് ക്ലെയിമിനെ കുറിച്ചുള്ളൊരു വാർത്ത അവൾ പത്രത്തിൽ നിന്ന് വായിച്ചപ്പോഴാണ് ആ ആശയം അവളുടെ മനസ്സിൽ വന്നത്. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം ആ ഭർത്താവിനെ വകവരുത്തിയ ഒരു കഥ അവര് ഒരു പത്രത്തിൽ വായിച്ചിരുന്നു. അത് വായിച്ചപ്പോഴാണ് ഒരു ഐഡിയ നാൻസിയുടെ മനസ്സിൽ വന്നത്. അങ്ങനെയാണ് അവൾ പതുക്കെ ഇൻഷുറൻസ് പോളിസികൾ എടുത്തിട്ട് ഓരോരുത്തരായി വകവരുത്തി തുടങ്ങിയത്. അതിനുവേണ്ടി അവൾ ഉപയോഗിച്ചത് എലിവിഷമാണ്. എലികളെ കൊല്ലാനുള്ള വിഷം ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് വളരെ എളുപ്പത്തിൽ ഭക്ഷണത്തിൽ കലർത്തി കൊല്ലേണ്ട ആൾക്ക് കൊടുക്കാൻ എളുപ്പമാണ്. അതുമായി ബന്ധിപ്പിച്ച് അവൾ ആദ്യം ഒരു ശ്രമം നടത്തിയത് അവളുടെ അമ്മയുടെ അടുത്താണ്. അമ്മ പണ്ടേ ഉള്ളതാണല്ലോ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് വേണ്ടി അവൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് ആ പോളിസി കാലാവധി തീർന്നപ്പോൾ അമ്മയ്ക്ക് വേണ്ടി എലിവിഷം വാങ്ങിച്ചത്. ആ എലിവിഷം വളരെ സ്നേഹപൂർവ്വം ഭക്ഷണത്തിൽ കലർത്തി അമ്മയ്ക്ക് കൊടുത്തു. അമ്മ സ്നേഹപൂർവ്വം കഴിക്കുകയും ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് നല്ല ആരോഗ്യം ഉള്ളത് കൊണ്ട് എലിവിഷം കഴിച്ചിട്ട് അവർക്കൊന്നും ഏറ്റില്ല. അവർ തട്ടിപ്പോയില്ല. ആ സങ്കടത്തിലാണ് നാൻസി കുറച്ച് ആഴ്സനിക്ക് വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുത്തത്. അങ്ങനെ അമ്മ തട്ടിപ്പോയി. ആ ക്ലെയിം കിട്ടിയപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നാൻസി മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് നാൻസി ശരിക്കും ഒരു സൈക്കോ ആയി മാറി. അവളുടെ ആ മാനസിക രോഗമാണ് അവളുടെ 2 കുട്ടികൾക്ക് പോളിസി എടുക്കാൻ അവളെ പ്രേരിപ്പിച്ചത്. ആ പോളിസികൾക്ക് ഒരു കൊല്ലക്കാലം പ്രീമിയം അടച്ചു കഴിഞ്ഞപ്പോൾ അനുയോജ്യമായ ഒരു സമയം കണ്ടെത്തി ആ പിള്ളേർക്കും വിഷം കൊടുത്തു. ഭക്ഷണത്തിൽ തന്നെ വിഷം ചേർത്ത് കൊടുക്കുകയായിരുന്നു. കൊച്ചുകുട്ടികളായതുകൊണ്ട് ആ എലിവിഷം കലർന്ന ഭക്ഷണം രുചിയോടെ ആ പിള്ളേർ കഴിച്ചപ്പോൾ അവരറിഞ്ഞില്ല അത് അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി അവരമ്മ അവർക്ക് കൊടുക്കുന്നതാണെന്ന്. ആ കുട്ടികൾ മരിക്കുമ്പോൾ ആ കുട്ടികളുടെ വായിക്കൂടി ചോരയ്ക്കൊപ്പം പതയൊക്കെ വന്നിരുന്നു. കുട്ടികൾ എന്തോ കഴിച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ആ ബോഡി പിടിച്ച് കരയും. സങ്കടം സഹിക്കാതെ നാൻസി കരയുന്ന കാണുമ്പോൾ ആളുകൾ പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധിക്കുന്നുമില്ല. അങ്ങനെയാണ് ആദ്യത്തെ 3 മരണങ്ങളിലും അവൾ പിടി വീഴാതെ രക്ഷപ്പെടുന്നത്. 4ാമത്തെ മരണം അവളുടെ 2ാമത്തെ ഹസ്ബൻഡാണ്. 2ാമത്തെ ഹസ്ബൻഡ് ഫ്രാങ്ക് ഹാരിസൺ ലിവർ സിറോസിസ് ഒന്നാണ് മരിച്ചത്. ലിവർ സിറോസിസ് വന്നാണ് അയാൾ മരിക്കുന്നതെന്ന് ആളുകൾ തീരുമാനിച്ചതിന്റെ കാരണം അയാൾ മരിച്ചു കിടന്ന സ്ഥലത്ത് കാണുമ്പോൾ ഒരു അവസ്ഥയാണ്. അയാളുടെ വായിക്കൂടി രക്തം വന്നിട്ടുണ്ടായിരുന്നു. ലിവർ സിറോസിസ് ഉള്ള ആളുകൾ മരിക്കുമ്പോൾ ചിലപ്പോൾ വായിക്കൂടി രക്തം ഇങ്ങനെ വരും. അത് കണ്ടുടൻ നാൻസി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തു, എൻ്റെ ഭർത്താവ് കുടിച്ചു മരിച്ചെന്ന് പറഞ്ഞു. കുടിച്ചു മരിച്ച ആ ഭർത്താവ് അങ്ങനെ തന്നെയായിരിക്കും മരിച്ചതെന്ന് ആളുകൾ അങ്ങ് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് ശരിക്കും അന്ന് അയാളുടെ ഉള്ളിലേക്ക് കടന്ന വിഷം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ ആരും ശ്രമിച്ചില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ആർക്കും പോയില്ല. ഈ ശൈലിയിൽ താൻ ഓരോ ആളുകളെയും കൊലപ്പെടുത്തിയത് നാൻസി കോടതിയിൽ ഏറ്റു പറഞ്ഞു. ആ സമയത്താണ് പ്രോസിക്യൂഷൻ നാൻസിയോട് ആ ചെറിയ കുട്ടിയുടെ കാര്യം ചോദിക്കുന്നത്. ചെറിയ കുട്ടിയും നാൻസിയും നാൻസിയുടെ മകളും ഒരേ കട്ടിലിൽ അങ്ങനെ കിടക്കുകയാണ്. നാൻസിന്റെ തൊട്ടടുത്ത് ആ ചെറിയ കുട്ടി കിടക്കുമ്പോൾ അവരെ കണ്ടുകൊണ്ട് നാൻസിന്റെ മകള് അപ്പുറത്തുണ്ടായിരുന്നു. ശബ്ദം കേട്ട് നാൻസിന്റെ മകള് തിരിയുമ്പോൾ അവൾ കാണുന്നത് ചെറിയ കുട്ടി പുളയുന്നതാണ്. ശരിക്കും ആ സമയത്ത് ഒരു ഹെയർ പിൻ ആ കുട്ടിയുടെ പിഞ്ച് തലയിലേക്ക് നാൻസി കുത്തി ഇറക്കിയായിരുന്നു. എവിടെ കുത്തി ഇറക്കിയാൽ ഒരാൾ മരിക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന നാൻസി ആ ഹെയർ പിൻ കുത്തി ഇറക്കി
ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നു. അമ്മ ആ പിന്ന് കുത്തിക്കയറ്റിയതാണോ അല്ലേ എന്നുള്ള കാര്യം നാൻസിയുടെ മകൾക്ക് ആ സമയത്ത് അറിവുണ്ടായിരുന്നില്ല. ഭയന്നുപോയ ആ കുട്ടി അലമുറയിട്ട് കരയുമ്പോഴേക്കും നാൻസി അവളെ ആശ്വസിപ്പിക്കാനും കൊച്ചുമോളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്ന ഒരു കാഴ്ചയാണ് അവൾ കണ്ടത്. പക്ഷേ ആ കുട്ടി മരണപ്പെട്ടു. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ നാൻസിയുടെ മകൾക്ക് സംശയം ഉണ്ടായി. അവള് അമ്മയോട് തട്ടിക്കയറി തുടങ്ങി. അവളുടെ മകളെ നാൻസി കൊലപ്പെടുത്തിയതാണെന്നുള്ള ശൈലിയിൽ അവൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ സംഭാഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നാൻസി മകൾക്ക് വിഷം കൊടുക്കുന്നത്. പക്ഷെ വിഷം കൊടുക്കുന്നതിന് മുന്നേ തന്നെ നാൻസി ആ ഇൻഷുറൻസ് പോളിസികളൊക്കെ ക്രമപ്പെടുത്തിയിരുന്നു. അനുയോജ്യമായ തീയതി ആയപ്പോഴാണ് നാൻസി മകൾക്ക് വിഷം കൊടുത്തത്. വിഷം കൊടുക്കുന്നതിന് മുന്നേ അതിനൊരു കാരണം ഉണ്ടാക്കണമല്ലോ. അതിനുവേണ്ടിയാണ് ആ മൂത്ത പെൺകുട്ടിക്ക് കൂടി വിഷം കൊടുക്കുന്നത്. അതും ഒരു കാലാവധിയുള്ള പോളിസി എടുത്തതിന് ശേഷമാണ്. ഒരു മരണവും വെറുതെ ആയിപ്പോകരുതെന്ന നിർബന്ധം നാൻസിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നാൻസി കൃത്യമായി പോളിസി എടുക്കുകയും പ്രീമിയം അടയ്ക്കുകയും ചെയ്തത്. നാൻസി എല്ലാവരുടെ കാര്യങ്ങളും ശരിയായി നോക്കുന്ന ആളായതുകൊണ്ട് വേറെ ആർക്കും ഒരു സംശയം ഉണ്ടായില്ല. ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് നാൻസി സാമുവലിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. സാമുവല് നാൻസിയിൽ നിന്ന് വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നാൻസി അയാളെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. നാൻസിയുടെ സ്വഭാവം ശരിയല്ല എന്നൊരു തോന്നൽ സാമുവലിന് ഉണ്ടായപ്പോൾ സാമുവൽ ആ കാര്യം സാമുവലിന്റെ അമ്മയോട് പറഞ്ഞിരുന്നു. സാമുവലിന്റെ അമ്മയോട് തന്നെക്കുറിച്ച് എന്തോ തെറ്റായി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു തോന്നൽ നാൻസിക്ക് ഉണ്ടായി. അനുയോജ്യമായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്ന നാൻസി എലിവിഷം ഭക്ഷണത്തിൽ കലർത്തി സാമുവലിന് കൊടുത്തു. അങ്ങനെയാണ് സാമുവലിന്റെ ദേഹത്തൊക്കെ ഒരു തടിപ്പുണ്ടാകുന്നതും വായ്ക്കുടി നുരയും പതയും ഉണ്ടാകുന്നു. നാൻസി തന്നെ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിലെ വിദഗ്ധ ചികിത്സ നാൻസിയുടെ പ്രതീക്ഷകൾ അട്ടിമറിച്ചു. അയാള് വീട്ടിൽ മടങ്ങിയെത്തിയതും അയാൾ ഇനിയും ജീവിച്ചിരുന്നാൽ ശരിയാകില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള നാൻസി അയാൾക്ക് ആഴ്സനിക് വിഷം കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് പിറ്റേ ദിവസം രാവിലെ അയാളെയും കൊണ്ട് നാൻസി ഹോസ്പിറ്റലിൽ എത്തുന്നത്. വിഷം കൊടുത്തത് ഭക്ഷണത്തിൽ കലർത്തി തന്നെയാണ്. രാവിലെ 9 മണിയോടുകൂടി പ്രേമപുരസ്സരം സാമുവലിന് അവൾ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പ്രിയതമയുടെ കയ്യിൽ നിന്ന് അവസാനത്തെ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ച സാമുവൽ ഏതാനും മിനിറ്റുകൾക്കകം ഒന്ന് ഛർദ്ദിച്ചു. അങ്ങനെയാണ് അയാളെയും കൊണ്ട് നാൻസി ഹോസ്പിറ്റലിൽ എത്തിയത്. അവിടെ നിന്നാണ് ഈ കഥകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. നാൻസി ഏതാണ്ട് കുറ്റസമ്മതം നടത്തിയതുപോലെ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ സമ്മതിച്ചതും ജൂറി അംഗങ്ങളും ജഡ്ജിയും അവസാനം ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ നാൻസിയോട് ചോദിച്ചു. വിചാരണയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചതും നാൻസിയെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രോസിക്യൂഷൻ വധശിക്ഷയ്ക്ക് വേണ്ടി പ്രസ് ചെയ്യുന്ന സമയത്ത് ജഡ്ജി നാൻസിയോട് ചോദിച്ചു, നാൻസി, ഈ കുറ്റങ്ങളൊക്കെ ചെയ്തതിൽ നിനക്ക് പശ്ചാത്തലമുണ്ടോ? അങ്ങനെ ജഡ്ജി ചോദിക്കാനുള്ള കാരണം വിചാരണയ്ക്കിടയിലുള്ള അവളുടെ പെരുമാറ്റമാണ്. അവള് ആ 11 കൊലപാതകങ്ങളും എങ്ങനെ നടത്തിയെന്ന് കോടതിയിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. പ്രോസിക്യൂഷൻ പോലും കേട്ടിട്ടില്ലാത്ത ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ആ 11 കൊലപാതകങ്ങളുടെ ആസൂത്രണവും നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാൻസി പറഞ്ഞത്. ഓരോ മരണവും പറഞ്ഞു കഴിയുമ്പോൾ അവളൊന്ന് ചിരിക്കും, കുണുങ്ങിച്ചിരിക്കും. ശരിക്കും സന്തോഷം കൊണ്ട് അവൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ രണ്ടാമത്തെ കഥ പറയും. അങ്ങനെയാണ് 11 മരണങ്ങളും അവൾ വർണ്ണിച്ചത്. ആ കാരണത്താലാണ് ജഡ്ജി ആ ചോദ്യം നാൻസിയോട് ചോദിച്ചത്. ചോദ്യം കേട്ടതും നാൻസി ചിരിച്ചുകൊണ്ട് ജഡ്ജിയോട് പറഞ്ഞു, സാർ, ഞാനെന്തിനു വിഷമിക്കണം? 11 പേര് എന്റെ കൈകൾ മരണപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ പണം കിട്ടിയില്ലേ? ആ പണം എന്റെ കയ്യിലേക്ക് വന്നത് സാർ. അതുപയോഗിച്ച് ഞാൻ ശരിക്കും അടിച്ചു പൊളിച്ച് സുഖകരമായി ഒരു ജീവിതം നയിച്ചു. അതിൽ നിങ്ങൾ ആരും എന്നെ അഭിനന്ദിക്കുന്നില്ലെങ്കിലും ഞാൻ എന്നെ സ്വയം അഭിനന്ദിക്കണ്ടേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ 2-3 പ്രാവശ്യം കൈയടിച്ചു. ശരിക്കും ഒരു ഭ്രാന്തിയായ സ്ത്രീയുടെ ഒരു ആക്ഷൻ ഇങ്ങനെ ആകണം എന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലുള്ള ഒരു കൈയടി. അതിനുശേഷം അവളൊന്ന് കുടുങ്ങി ചിരിക്കുകയും ചെയ്തു. ഈ രംഗത്തിന് സാക്ഷിയായ കോടതിയിലെ മുഴുവൻ ജീവനക്കാരും കാണികളും വക്കീലന്മാരും എന്ന് വേണ്ട പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള ആളുകളും ഒക്കെ ഞെട്ടി തരിച്ച് നാൻസി അങ്ങനെ നോക്കി നിന്നു പോവുകയാണ്. അവര് ഒരുപാട് ക്രിമിനലുകളെ ആ കോടതി മുറിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരെണ്ണത്തിനെ അവരാദ്യമായി കാണുന്നത്. ജഡ്ജി ഹോവാർഡ് മെഡിക്കൽ പരിശോധനയ്ക്ക് ആ സ്ത്രീയെ അന്ന് വിട്ടു. പിറ്റേ ദിവസം മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷം വിധി തയ്യാറാക്കി. മെയ് 17-നാണ് വിധി പുറത്തു വരുന്നത്. അന്നത്തെ നിയമം അനുസരിച്ച് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാടില്ല. ആ കാര്യം പ്രോസിക്യൂഷൻ അറിയാം. എന്നാലും പ്രോസിക്യൂഷൻ ഒരു അഭ്യർത്ഥന നടത്തിയതാണ്. ആ നിബന്ധന ഓർമ്മിപ്പിച്ചുകൊണ്ട് ജഡ്ജി ഹോവാർഡ് പറഞ്ഞ പ്രസിദ്ധമായ വാചകം ഇങ്ങനെയാണ്: ഈ സ്ത്രീയെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഭരണഘടന അനുശാസിക്കുന്നതിലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇവരെ ജീവപര്യന്ത തടവിന് ഈ കോടതി വിധിക്കുന്നു. ഈ നാൻസിയുടെ കഥ പത്രങ്ങളിലൊക്കെ ആ കാലഘട്ടത്തിൽ
അവതരിപ്പിച്ചിരുന്നത് ഒരു പ്രത്യേക പേര് പറഞ്ഞിട്ടാണ്. നാൻസി ഈ കേസ് നടക്കുന്ന സമയത്ത് ശരിക്കും ഒരു മുത്തശ്ശിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പത്രങ്ങൾ വിളിക്കുക നാനി എന്നാണ്. നാനി കുറേശ്ശെ വിഷം കൊടുത്താണ് ഈ 11 ആളുകളെയും കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന് അവരിട്ട പേര് നാനി ഡോസ് എന്നാണ്. ചെറിയ ഡോസുകളായി വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു അമ്മുമ്മയുടെ നാനിയുടെ കഥ. ഇതുപോലുള്ള അമ്മമാർ നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. അവര് ഏകദേശം ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ജയിലിൽ വെച്ച് തന്നെ ലുക്യൂമിയ ബാധിച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇവരുടെ ഈ കഥ സിനിമകളായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ക്രൂരതകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കും അപ്പുറത്ത് ക്രൂരത മനസ്സിൽ സൂക്ഷിക്കുകയും അത് പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെ കുറേശ്ശെ ഡോസ് കൊടുത്ത് ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയ കഥാപാത്രത്തെ നിങ്ങൾക്കറിയാം, നമ്മുടെ ജോളി. പക്ഷെ അമ്മുമല്ല, ആന്റിയാണ്. ആ ജോളിയുടെ കഥയെക്കുറിച്ച് വിശദമായി കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ആ കഥ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനവധി സുഹൃത്തുക്കൾ ആ കഥ കണ്ടതാണ്. എന്തായാലും ഒന്നുകൂടിയൊക്കെ കണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.